മക്കളെ നമസ്കാരം. സ്വരാക്ഷരങ്ങളുടെ രണ്ടാം പാർട്ടിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. അടുത്ത അക്ഷരമാണ് എ. ഇത് എ എഴുതുന്നതിന് മുൻപ് ടീച്ചർക്ക് ഒരു കാര്യം പ്രത്യേകം പറയാനുണ്ട്. ഓർത്തിരുന്നോളണം. ഈ അക്ഷരങ്ങൾക്കെല്ലാം ആക്ക് ചിഹ്നമില്ല. ബാക്കി എല്ലാത്തിനും ദീർഘം, വള്ളി, കെട്ടുവള്ളി, ഉകാരം, ഊകാരം, ഋകാരം ഇതെല്ലാം വ്യഞ്ജന അക്ഷരങ്ങളുടെ വലതുഭാഗത്താണ് ചേർക്കുന്നത്. എവിടെയാണ്? വലതുഭാഗത്ത് ട്ടാ. വലത് അല്ലെങ്കിൽ റൈറ്റ് സൈഡിൽ. വലത് അല്ലെങ്കിൽ റൈറ്റ് സൈഡിലാണ് ഈ ചിഹ്നങ്ങളെല്ലാം കൊടുക്കേണ്ടത്. അടുത്തത് എ എന്നുള്ള അക്ഷരമാണ്. നോക്കിയേ, എ എഴുതുന്നത് എങ്ങനെയാണെന്ന്. പായ എഴുതുക, എന്നിട്ട് നേരെ താഴത്തേക്ക് കൊണ്ടുവരിക. ഇതാണ് എ. അപ്പോൾ നമ്മൾ പുതിയ പേജ് എടുക്കുക. എ എഴുതുക. എലി, പിന്നെ എന്ത് എരുമ എഴുതാമല്ല, 8 ഒക്കെ എഴുതാം. അതിനുശേഷം ഈ ചിഹ്നം എവിടെയാണെന്ന് നോക്കുക. നമ്മൾ പുറകിലോട്ട് എടുത്തിട്ട് ഇപ്പം നമ്മുടെ റായാണെങ്കിൽ റ, റാ, റി, റീ, റൂ, റു, റ് കഴിഞ്ഞാൽ അടുത്ത എ. അപ്പം റെയ്ന എന്നുള്ളൊരു പേര് എന്തെഴുതണം എന്ന് വെച്ചാൽ ഇതാണ് റെയ്ന. റാ എഴുതുക. ഇതിന് എ ശബ്ദം നമ്മൾ കൊടുക്കുമ്പോൾ റേ അല്ലേ, അത് നമ്മൾ റാ എഴുതിയിട്ട് ഇത് ഇവിടെ ഇടത് ഭാഗത്താണ് ആ ചിഹ്നം കൊടുക്കേണ്ടത്. ഇടത് ഭാഗത്ത് ഒരു ഈ ചിഹ്നത്തിൻ്റെ പേര് പുള്ളി, നമ്മുടെ രായുടെ മിറർ ഇമേജ് ഉണ്ടാ റേ. അങ്ങനെയാണെങ്കിൽ തായാണെങ്കിൽ ആ താക്കയെ കൊടുക്കുമ്പോൾ തേ, പാക്കയെ കൊടുക്കുമ്പോൾ പേ. മനസ്സിലായില്ലേ? പ്രത്യേകം ശ്രദ്ധിക്കുക. ആ മുതൽ റ് വരെ ആക്ക് ചിഹ്നമില്ല. ആ മുതൽ റ് വരെ അക്ഷരങ്ങളുടെ വലതുഭാഗത്താണ് ചിഹ്നമെങ്കിൽ എ ഇടതുഭാഗത്ത്. അപ്പോൾ അതിൻ്റെ ആ ചിഹ്നത്തിൻ്റെ പേരാണ് പുള്ളി. എന്താണ്? പുള്ളി. അപ്പോൾ എത്രമാത്രം പേരുകൾ വാക്കുകൾ എഴുതാമോ അത്രയും എഴുതുക. ഇപ്പോൾ ടീച്ചർ പേരെന്താ? ടെസ്സി. ടെസ്സി എന്ന് എഴുതട്ടെ. ടെസ്സി. ദേ ട എന്നുള്ളതിന് എ കൊടുത്തു. ഇതാണ് ടെസ്സി. ട ഇവിടെ കൊടുത്തു. ഇടതുഭാഗത്ത് പുള്ളി, ടേ ആയി. ഇനി 2 സ ഒന്നിച്ച് വള്ളി. ഇതാണ് ടെസ്സി. ഓക്കെ, ഇനി അടുത്ത അക്ഷരമാണ് എ. എ അതെങ്ങനെയാണ്? ഇത് തന്നെ, എ തന്നെ. എ എഴുതുക. ഇതാണ് എ. പുതിയ പേജ് എടുക്കുക. 3 പ്രാവശ്യം എ എഴുതുക. എന്തൊക്കെ എഴുതാം? ഏലക്ക, ഏണി. എടുക്കാമല്ലോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള എ വെച്ചിട്ടുള്ള വാക്കുകൾ എഴുതുക. അതിനുശേഷം എന്ത് ചെയ്യണം? നമ്മളുടെ വ്യഞ്ജനാക്ഷരങ്ങൾക്ക് എ ശബ്ദം കൊടുക്കണം അല്ലേ? എ ശബ്ദം കൊടുക്കാനായിട്ടുള്ള ചിഹ്നമാണ് കെട്ടുപുള്ളി. അതെ, ത. എ കൊടുക്കാനായിട്ട് ത, തേ. വായിച്ചത് എന്താണെന്ന്? കെട്ടുപുള്ളി. ഇത് പുള്ളി. എ ശബ്ദം കൊടുക്കാനായിട്ടുള്ള ചിഹ്നമാണ് കെട്ടുപുള്ളി. ഓക്കെ, മനസ്സിലായില്ലേ? ഇനി അടുത്ത അക്ഷരമാണ് ഐ. ഐ. ഇവിടെ എന്താണ്? ഐ എന്നുള്ള അക്ഷരം എ തന്നെ എഴുതുക. അതിനുശേഷം ഈ ഇടതുഭാഗത്തൊരു പുള്ളി ഇടുക. കണ്ടോ? ഈ എ എന്നുള്ള ശബ്ദം കൊടുക്കുന്ന ചിഹ്നം എയുടെ മുൻപിൽ ചേരുമ്പോൾ ഐ എന്നുള്ള അക്ഷരം കിട്ടും. നമുക്കൊരു വാക്ക് എഴുതണമെങ്കിൽ ഐസ് എന്ന് എഴുതാം. ഐസ് എന്ന് എഴുതാം. ഐ എന്നുള്ള അക്ഷരം കൊടുത്ത സ്ഥലത്ത്. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യണം? പിന്നാമ്പുറത്ത് പോയിട്ട് ഐ ശബ്ദം കൊടുക്കണ്ടേ? ഐ ശബ്ദം കൊടുക്കാനുള്ള ചിഹ്നം ഈ ചിഹ്നം തന്നെ, അല്ലെങ്കിൽ ഈ ചിഹ്നം തന്നെ 2 പ്രാവശ്യം അക്ഷരങ്ങളുടെ മുമ്പിൽ കൊടുത്താൽ ഐ എന്നുള്ള ശബ്ദം കിട്ടും. അപ്പം ഐ ചിഹ്നമാണ് ഈ 2 പുള്ളികൾ. എന്താണിത്? തൈ. ഇതെന്താണ്? പൈ. ഓരോ അക്ഷരത്തിനും കൊടുക്കുക. റാക്ക് മുമ്പിൽ കൊടുത്താൽ റൈ എന്നുള്ളൊരു നദിയുടെ പേരുണ്ട്. സൈനഭ. പിന്നെ കൈതച്ചക്ക, കാക്ക് അല്ലേ? ഇഷ്ടമുള്ള എല്ലാ അക്ഷരങ്ങൾക്കും ആ ചിഹ്നം കൊടുക്കുക. ഐ ചിഹ്നം കൊടുക്കുക.
അതിനുശേഷം വാക്കുകൾ എഴുതുക. ഇവിടെ ശ്രദ്ധിക്കാനുള്ളത് എ എ ഐ എന്നുള്ളതിന് അക്ഷരങ്ങളുടെ ഏത് ഭാഗത്താണ് ചിഹ്നം? ഇടതുഭാഗത്താണ് എ എ ഐ എന്നുള്ള ചിഹ്നങ്ങൾ അക്ഷരങ്ങൾക്ക് കൊടുക്കേണ്ടത്. നമ്മളിപ്പോൾ അ ആ ഇ ഈ ഉ ഊ ഋ എ ഐ എന്നീ അക്ഷരങ്ങൾ പഠിച്ചു. അതിൽ അ എന്ന ശബ്ദത്തിന് ചിഹ്നമില്ല. ആ മുതൽ ഋ വരെയുള്ള അക്ഷരങ്ങൾക്ക് വ്യഞ്ജനങ്ങളുടെ വലതുഭാഗത്തും എ ഐ എന്നീ ശബ്ദം കൊടുക്കുന്നതിന് അക്ഷരങ്ങൾക്ക് ഇടതുഭാഗത്തും ചിഹ്നങ്ങൾ നൽകുന്നു. അടുത്ത ക്ലാസ്സിൽ അടുത്ത അക്ഷരങ്ങളും അതിനാനുപാതികമായ ചിഹ്നങ്ങളെക്കുറിച്ചും നമുക്ക് പഠിക്കാം. നന്ദി, നമസ്കാരം.